ഓം നമോ ഭഗവതേ വാസുദേവായ. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം. കൽപക്ഷയേ പുനസ്താനി കൽപാദൗ വിസൃജാമ്യഹം. പ്രകൃതിം സ്വാമവഷ്ടഭ്യ വിസൃജാമി പുനഃ പുനഃ. ഭൂതഗ്രാമമിമം കൃത്സ്നം അവശം പ്രകൃതിർവശാത്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. 9-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6 ശ്ലോകങ്ങൾ പഠിച്ചു. ഇനി 7 മുതൽക്കുള്ള ശ്ലോകങ്ങൾ, 1-2 ശ്ലോകങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? പക്ഷേ ശരിക്കും അങ്ങനെയല്ല. നിങ്ങൾ എന്നെ പഠിപ്പിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി. അതെന്താ? പ്രേക്ഷകരായ നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ ഭഗവത്ഗീത പഠിച്ചോ, പഠിച്ചിട്ടാണോ പറയുന്നത്? ഭഗവത്ഗീത അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കിൻ്റെ അർത്ഥം, ശ്ലോകങ്ങളുടെ അർത്ഥം ഞാൻ പഠിപ്പിക്കുന്നേ ഉള്ളൂ. ഭഗവത്ഗീത ഞാൻ പഠിച്ചിട്ടില്ല എന്ന് എന്നെ മനസ്സിലാക്കി തരികയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഭഗവാൻ നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നു. ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഓരോരോ പരീക്ഷയിൽ ഞാൻ തോറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഈ 9-ാം അധ്യായം തുടങ്ങുമ്പോൾ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറയണ്ടായി, ഞാൻ ഇത് നിർത്തി വെക്കണോ എന്ന് വിചാരിച്ചു. എന്തേ അങ്ങനെ നിർത്തി വെക്കാനാണ് തോന്നിയത്? ആരും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ എന്തിനാ ഈ വെറുതെ കഷ്ടപ്പെടുന്നു, വേണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ നിർത്താൻ പുറപ്പെട്ടപ്പോൾ ഭഗവാൻ തന്നെ എന്നോട് തോന്നിപ്പിച്ചു, ഇതുവരെയായിട്ട് ഇതാണോ പഠിച്ചത് ഭഗവത്ഗീത? ഭഗവത്ഗീതയിൽ പറഞ്ഞത് എന്താ? നിഷ്കാമമായി കർമ്മം ചെയ്യുക, നന്നായിട്ട് കർമ്മം ചെയ്യുക, ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാന്നല്ലേ. ഇതിപ്പം എന്താ ഫലേച്ഛ അല്ലേ? എന്താ ഫലേച്ഛ? എന്താ ആഗ്രഹിക്കുന്നത്? എല്ലാവരും കാണണം, എല്ലാവരും ഇത് നന്നായി എന്ന് പറയണം, എന്നെ അനുമോദിക്കണം, ഇതൊന്നും ചിന്തിക്കാൻ പാടില്ല. വേണ്ടത് എന്താണ്? ഭഗവത്ഗീത പഠിക്കുക, ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, അതേ ചെയ്യാനുള്ളൂ. ആരിലും എത്തിയില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, വേണ്ട, അവർക്ക് അതിനുള്ള യോഗമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആൾക്കാർ കാണുന്നില്ലല്ലോ, സജ്ജനങ്ങളായുള്ള ആൾക്കാർ ഇത്ര കുറഞ്ഞോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആ എപ്പിസോഡ്, ആ 3 ശ്ലോകങ്ങൾ ധാരാളം ആൾ കണ്ടു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായപ്പോൾ ഞാൻ കുറേ ആൾ പറഞ്ഞതിന് കാര്യമുണ്ടായി, കുറേ ആളൊക്കെ കണ്ടുവല്ലോ, സന്തോഷമായി. സന്തോഷം വന്നപ്പം വല്ലാതെ സന്തോഷിച്ചു. അതാ വരുന്നു പിന്നീടുള്ള ശ്ലോകം. 3 ശ്ലോകങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ച് നോക്കിയപ്പോൾ പലരും നോക്കിയിട്ടില്ല, വളരെ കുറച്ചാളെ നോക്കിയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും പകുതി ആളെ കണ്ടിട്ടുള്ളൂ. അതാ പിന്നെയും ദുഃഖിച്ചു. അയ്യോ, സന്തോഷിക്കാൻ ഒരു ചെറിയൊരു കാര്യം ഉണ്ടായി, അതങ്ങനെ പോയി, വളരെ ദുഃഖിച്ചു. അപ്പോൾ ആദ്യവും കുറേ ആൾ കണ്ടു, അപ്പോൾ എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പഠിച്ചോ. രണ്ടാമത്തെ ആരും കാണാതിരുന്നു, അപ്പോഴും പഠിച്ചില്ല എന്ന് മനസ്സിലായി. ആദ്യവും പഠിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ സന്തോഷിക്കാൻ പാടില്ലായിരുന്നു, ആരും കാണാതിരുന്നപ്പോൾ ദുഃഖിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഈ ദുഃഖവും സുഖവും ഒക്കെ ഒരു നിയന്ത്രണം വേണം ഇതിന്. സുഖിക്കുമ്പോൾ വല്ലാതെ സന്തോഷം വരുമ്പോൾ വല്ലാതെ സന്തോഷിച്ചാൽ അടുത്തന്നെ ദുഃഖമുണ്ടേ. ദുഃഖം വരുമ്പോൾ ആരും ഉണ്ടാവില്ല, അപ്പം ദുഃഖിക്കുന്നേ വേണ്ടി വരും. അപ്പോൾ ഒരു നിവൃത്തിക്കായിട്ട് എന്ത് വേണം? ഒരു നിയന്ത്രണം വേണം എന്നാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിച്ചത്. അത് ഞാൻ പഠിച്ചില്ല എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ തോറ്റു. അങ്ങനെ ഇനി നോക്കുക എന്ന് ഞാൻ വിചാരിക്കും. ഇനി അടുത്ത പ്രാവശ്യം നോക്കുകയില്ല. ആരോ കണ്ടോ, ഓരോരുത്തരൊക്കെ വിളിച്ച് പറയാറുണ്ട്. ഞാൻ ഇന്ന് പുതുതായിട്ട് ഇട്ടിട്ടുണ്ടേ, പുതിയതായിട്ടുള്ളൊരു എപ്പിസോഡ് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരോടൊക്കെ വിളിച്ച് പറഞ്ഞ് ചിലർക്ക് മെസ്സേജ് അയക്കും. ഇനി ഇതൊന്നുമില്ല, ഞാൻ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും, എന്നിട്ട് അപ്ലോഡ് ചെയ്തിട്ട്
ആരെങ്കിലും കണ്ടാ കണ്ടു, അത് നോക്കുകയില്ല. ആരും കണ്ടുവോ എന്ന് തന്നെ നോക്കില്ല, കമൻസ് ഉണ്ടോയെന്നും നോക്കില്ല. അത് നോക്കിയാൽ വിഷമാവും. അങ്ങനെ ഒരു പാഠം നിങ്ങളെന്നെ പഠിപ്പിച്ചു, ഗുരുവായൂരപ്പൻ നിങ്ങളെ തോന്നിപ്പിച്ചു, എന്നെ ഒന്ന് പഠിപ്പിക്കണം എന്ന്. ഭാഗവതത്തിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ഉദ്ധവൻ നല്ല ഭക്തനാണ്. ഉദ്ധവൻ അത്ര ഭക്തി ഉണ്ടോ? ഒന്ന് പോയി പഠിക്കട്ടെ, ഗോപികളെ ഒന്ന് കാണട്ടെ. ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഞാനൊന്നും അല്ല ഭക്തൻ. വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണുമഭീക്ഷണ എന്ന ശ്ലോകം നമ്മൾ കേട്ടു അല്ലേ? ഗോപികളുടെ പാദരേണുവിനെ നമസ്കരിക്കുന്നു. പാദത്തിനൊന്ന് നമസ്കരിക്കണല്ലേ, അതിലൊക്കെ താന്ന് അവരുടെ കാൽപ്പൊടി അത് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഭഗവത്ഗീത പഠിക്കുവാൻ, ഭഗവത്ഗീതയിലെ ആശയം സ്വാംശീകരിക്കാൻ സഹായിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇനി നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച 2 ശ്ലോകങ്ങളൊന്ന് പറയാൻ ശ്രമിക്കാം. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനസ്താനി കൽപാദോ വിസൃജാമ്യഹം. 7ാമത്തെ ശ്ലോകം. അർജുനനെ വിളിക്കുന്നു, കൗന്ദേയ, അല്ലയോ അർജുന, കൽപക്ഷയെ, കൽപ്പാവസാനത്തിൽ, സർവഭൂതാനി മാമിമാം, ഈ കൽപ്പാവസാനത്തിൽ എന്തുണ്ടോ എല്ലാ ചരാചരങ്ങളെയും എൻ്റെ പ്രകൃതിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം സൃഷ്ടിക്കും, സൃഷ്ടിച്ച് പ്രളയം ആവുമ്പോൾ എല്ലാം ഭഗവാനിലേക്ക് തന്നെ വലിക്കുന്നു. അപ്പോൾ സൃഷ്ടി ഭഗവാനിൽ നിന്ന് തന്നെ തിരിച്ചും എല്ലാം കഴിഞ്ഞിട്ട് പ്രളയത്തിൽ എല്ലാം ലയിച്ച് ഭഗവാനിൽ തന്നെ തിരിച്ചെത്തുന്നു. നമ്മളൊക്കെ മരിക്കുന്നു. ഈ മരിച്ചാൽ എത്തേണ്ടത് എവിടെയാ? ഭഗവാനില്ല. അവിടെ നിന്നും നമ്മൾ എത്തില്ല. എന്താ കാരണം? നമ്മൾക്ക് പല പല ചിന്തകളും, മരണഭയ ദുഃഖമാം വ്യാളവക്ത്രത്തിൽ നിന്നിവരെ പരിപാലനം ചെയ്യണേ ദൈവമേ. മരിക്കുമ്പോൾ വളരെ ദുഃഖിച്ചിട്ടാണ് നമ്മൾ മരിക്കുക. അയ്യോ വേദനിക്കും, അല്ലെങ്കിൽ എന്താവും ഇവിടുത്തെ സ്ഥിതി എന്നൊക്കെ വിചാരിച്ച് ഈ ലോകത്തിലേക്ക് വന്നു, ഇനി പോകേണ്ടി വരികയാണല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നു. ഈ സങ്കടം ഇല്ലാതാക്കാൻ എന്താ ചെയ്യുക? ഭഗവാനെ സ്മരിക്കണം. അത് സാധിക്കില്ലെങ്കിൽ എന്തുണ്ടാവും? പിന്നെയും ജനിക്കേണ്ടി വരും എന്ന് പറയാണ്. പ്രകൃതിം സ്വാം അവഷ്ടഭ്യ വിസൃജാമി പുനഃ ഭൂതഗ്രാമമിമം കൃഷ്ണം അവശം പ്രകൃതേർവശാൽ. ഭഗവാൻ പറയാണ്, പിന്നെയും ഈ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള ഇവരെല്ലാം, ഈ ഭൂതജാലങ്ങൾ, നമ്മൾ മനുഷ്യരും മറ്റു പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഇവരൊക്കെ എന്താണ്? സ്വതന്ത്രരല്ല. ഇന്ദ്രിയങ്ങളെ അധീനരായിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ, ഇന്ദ്രിയങ്ങളുടെ എന്താ പറയുക, അവർക്ക് വശംവദരായിട്ട്, യജമാന ഇന്ദ്രിയങ്ങൾ, നമ്മൾ വെറും സാധാരണക്കാരെ, അല്ലെങ്കിൽ യജമാനെ അനുസരിക്കുന്ന ആളാണല്ലോ ഭൃത്യൻ, അതുപോലെ ആവുന്നു. ഭൂതഗ്രാമം ഇമം കൃഷ്ണം അവശം പ്രകൃതേർവശാൽ. വീണ്ടും വീണ്ടും ഭഗവാൻ ഇങ്ങനെ സൃഷ്ടിക്കുകയാണ്. ഒരു ജന്മം കഴിഞ്ഞു, പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ഗുരുവായൂരപ്പാ. അങ്ങനെ വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക എന്നുള്ള അവസ്ഥ ഭഗവാൻ ഇവിടെയൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളതിന് എന്ത് ചെയ്യണം? ഇനി എനിക്ക് ജനിക്കണ്ട എന്ന് തീരുമാനമെടുത്ത് ഈ ജന്മത്തോടുകൂടി ഇനി ജന്മം വേണ്ട, അതിന് ഭഗവാനിലെത്താനായിട്ട് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്ത് ദേഹം വെടിഞ്ഞാൽ പിന്നെ ഈശ്വരനിൽ തന്നെ എത്തിച്ചേരും. അത് ഇല്ലാതെയാവുമ്പോഴാണ് ഈ ഭൂതജാലങ്ങൾ, ഈ എല്ലാ ഭൂതസമൂഹവും വീണ്ടും വീണ്ടും ഭഗവാൻ ഇങ്ങനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു.